ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് ആൻഡ് എസ് കുക്ക് ബുക്ക്. ഇന്ന് ഞാൻ ജീര റൈസാണ് ഇടാൻ പോകുന്നത്. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് കാണാം. അതിന് ഞാൻ ആവശ്യമായിട്ട് 2 കപ്പ് കൈമ റൈസാണ് എടുത്ത് വച്ചിരിക്കുന്നത്. 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. വഴറ്റാനായി ഒരു സവാള എടുത്തിട്ടുണ്ട്, ജിഞ്ചർ കുറച്ച് എടുത്തിട്ടുണ്ട്, ഗാർലിക് കുറച്ച് എടുത്തിട്ടുണ്ട്. ഇത് പച്ചമുളകാണ്, പക്ഷെ അത് ഇച്ചിരി പഴുത്തു പോയതുകൊണ്ട് ചുവപ്പ് കളറിൽ ഇരിക്കുകയാണ്. പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഒരു സ്പൂൺ ജീരകം, പിന്നെ വഴറ്റാനായി അവസാനം നമ്മൾ ഡെക്കറേഷനായി കാഷ്യൂസ് ആൻഡ് റൈസിൻസ്. ഒരു കടായി അടുപ്പത്ത് വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം കാഷ്യൂസിനെയും റൈസിൻസിനെയും വഴറ്റി മാറ്റി വയ്ക്കാം. അടുത്ത് റൈസിൻസ് വഴറ്റി എടുക്കുന്നു. അടുത്ത് ഞാൻ സവാള ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നു. കുറേ സമയം വഴറ്റി ഓർക്കാം. അടുത്ത് ഞാൻ ജിഞ്ചർ ഗാർലിക് ഇട്ട് കൊടുക്കുന്നു. പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കണം. ജീരകവും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നു. അടുത്ത് ഞാൻ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അരി വഴറ്റിയിട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം 2 കപ്പ് വെള്ളത്തിന് 3 കപ്പ് വെള്ളം എടുത്ത് അടച്ചു വെച്ച് വേവിക്കുക. അടച്ചു വെച്ച് വേവിക്കുന്നു. ജീര റൈസ് ആയിട്ടുണ്ട്. ഇനി ഡെക്കറേഷനായി കാഷ്യൂസ് ആൻഡ് റൈസിൻസ് ഇടുന്നു. ജീര റൈസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് ചിക്കൻ കറി, മട്ടൺ കറി, പനീർ ബട്ടർ മസാല സൈഡ് ഡിഷായിട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.